and welcome back to our channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹോൾ വീഡിയോ ആണ്. അതും ഒരു ഹ്യൂജ് ഹോൾ വീഡിയോ ആണ്. ഈ പ്രോഡക്ട്സ് ഇത് താഴത്തോട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയും വലിയ പാക്കേജ് ആണ് എൻ്റെ ഫ്രണ്ടിലല്ല എൻ്റെ ബാക്കിൽ ഇരിക്കുന്നത്. ഇതെല്ലാം വന്നിട്ട് ക്ലബ് ഫാക്ടറിയിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആണ്. അപ്പോൾ നമുക്കിനി ഒട്ടും ലേറ്റ് ആകണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കാം. അപ്പോൾ ഇപ്പോൾ ക്ലബ് ഫാക്ടറിയിൽ ഹോളി സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രോഡക്ട്സിനും 80% ഓഫിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫാക്ടറി പ്രൈസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം മേടിക്കാനുണ്ടെങ്കിൽ വേഗം തന്നെ ഈ ഒരു ടൈമിൽ പോയി മേടിക്കുക. ഒക്കെ തന്നെ 80% ഓഫാണ്. 6th മാർച്ച് മുതൽ 8th മാർച്ച് വരെ ഉള്ളൂ. അപ്പോൾ ആ ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ വാങ്ങിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഡീൽസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ₹1 കൊണ്ട് ₹1 കൊണ്ട് നമുക്ക് ഫോണ്, റെഫ്രിജറേറ്റർ അങ്ങനെയുള്ള ഓരോരോ കളികൾ പോലത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ₹9 ഡീൽസ് നടക്കുന്നുണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡീൽസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ടൈമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ടാവും, ജസ്റ്റ് കയറി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഒട്ടും ലേറ്റ് ആകണ്ട, കുറച്ചധികം നേരം ഇൻട്രൊഡക്ഷൻ പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ അൺബോക്സിങ്ങിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് 3 തവണയായിട്ടാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇതെനിക്ക് അൺബോക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഒരാളുണ്ട്. എവിടെ? അയ്യോ വന്നോ, അമ്മൂസാണ് ഇത് എനിക്ക് അൺബോക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. എന്താണ് വിളിഞ്ഞിട്ട് നോക്കണേ? മുടി അങ്ങനെ ഇരുന്നിട്ടായിരിക്കും. അപ്പുറം സൈഡിലോട്ട് വന്നാലേ നിന്നെ കാണുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് തുറന്നു നോക്കാം. ഈ സാധനങ്ങളെല്ലാം തന്നെ നല്ല സെക്യൂർഡ് ആയിട്ടാണ് കേട്ടോ നമുക്ക് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് ഡാമേജ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് ഈ ക്ലബ് ഫാക്ടറിയിൽ നിന്നുള്ള എല്ലാ പ്രോഡക്ട്സും വരുന്നത്. കണ്ടോ, ഇങ്ങനെ സെല്ലോ ടേപ്പ് വെച്ച് ചെയ്തിട്ട് അത് ഇതിൻ്റെ പുറത്ത് തന്നെ നമ്മൾ എന്താ ഓർഡർ ചെയ്തിട്ടുള്ളതെന്ന് എഴുതിയിട്ടുണ്ടാവും കേട്ടോ. ഇത് വന്നിട്ട് ട്രാവൽ എംറ്റി ലിക്വിഡ് ബോട്ടിലാണ്. എന്നെ കഴിഞ്ഞ പ്രാവശ്യം എയർപോർട്ടിൽ 100 ml കൂടുതലുള്ളതുകൊണ്ട് എൻ്റെ പ്രോഡക്റ്റ്സ് അവിടെ പിടിച്ചു വെച്ചത് കൊണ്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ബബിൾ ഡ്രാപ്പ് ചെയ്തിട്ടുണ്ട്, ഒന്നും പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ രാത്രിയിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യണേ. അപ്പം ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഷാമ്പു ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് അതിനകത്ത് കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. ഇത് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഇത് വന്നിട്ട് ഇതേ ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ്. കണ്ടോ, ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്താണ് പ്രോഡക്റ്റ് ഇടാനുള്ള കുപ്പി. നോക്കട്ടെ. ഇല്ല, അപ്രാവശ്യം തുറക്കാൻ പറ്റത്തില്ല. ഇത് ഈ സൈഡിലായിട്ട് സ്കിൻ കെയർ ക്രീം എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ബാത്ത് ക്രീം, ഇവിടെ ഷാംപൂ. കണ്ടോ, നല്ല രസമല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്രോഡക്റ്റ്. എടി നീ ഓരോന്ന് പൊട്ടിച്ച് തരുമോ അസിസ്റ്റൻറ്റ്? ഇത് ഓൾറെഡി ഞാൻ പൊട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കണ്ട, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മൾ കയ്യിൽ ഇങ്ങനെ ഇടും. ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ എന്താ പറയുക, ഭിത്തിയൊക്കെ തുടക്കണമെങ്കിൽ ഇങ്ങനെ തുടയ്ക്കാം. പൊടി തട്ടി കളയാനായിട്ട് എടുക്കാം. ക്യൂട്ടായിട്ടില്ലേ? ഇതിൻ്റെ 2 ഒരെണ്ണം പിങ്കും ഒരെണ്ണം വയലറ്റും. ഇത് സെറ്റായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളാം. പിന്നെ നെക്സ്റ്റ് സംഭവം വന്നിട്ട് സിലിക്കോൺ കിച്ചൺ വെയർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. നമ്മളിങ്ങനെ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചട്ടിയുമ്മൽ ഇങ്ങനെ ചെയ്യില്ലേ, ആ ഒരു സാധനമാണ്. ഇപ്രാവശ്യം കുറേ ഞാൻ കിച്ചണിലോട്ട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. കണ്ടോ, കൊള്ളാല്ലേ? നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഇത് മേക്കപ്പ് ബാഗാണ്. ഇത് ഞാൻ ട്രാവലിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതല്ല, അല്ലാണ്ട് നോർമലായിട്ട് മേടിച്ചതാണ്. ഇവിടെ ഒരാളിത് തുറന്ന് കീറിക്കളഞ്ഞു. അവളോട് ഞാൻ പറഞ്ഞേടി ഇതൊന്ന് തുറന്ന് നോക്കടി പറഞ്ഞു. അവളൊരു ബ്ലേഡ് എടുത്ത് വന്ന് കിറന്ന് പറഞ്ഞ ഒരൊറ്റ കീറലതേ എൻ്റെ ബാക്ക് വശം മൊത്തം കീറിപ്പോയി. കുന്തം. നല്ല അടിപൊളി ബാഗായിരുന്നു കേട്ടോ. ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാം. ഇങ്ങനെ തുറക്കുമ്പോൾ ഇതിനകത്താണ് നമുക്കിങ്ങനെ സാധനം ഇത് ഊരാട്ടോ. ഇത് ഊരിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാർട്ടീഷൻ എടുക്കാം. ഇതിനകത്ത് എവിടെയാണോ നിങ്ങൾക്ക് പാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് ഇത് വെച്ചു കൊടുക്കാം. അയ്യോ, വളഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വെച്ചു കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് ഓരോരോ സാധനങ്ങൾ ഇട്ട് വയ്ക്കാം. പിന്നെ ദേ ഇവിടെ ഒരു പൗച്ച് ഉണ്ട്. ഇതിനകത്ത് നമുക്കിങ്ങനെ ഓരോരോ ബ്രഷസ് ഇടാനുള്ള ഒരു പൗച്ച് പോലെ ഉണ്ട്. ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് പൗച്ചാണ്, ബാഗാണ്. ഇതിനകത്ത് നിറയെ സാധനങ്ങൾ ഇട്ട് വയ്ക്കാം. നല്ല യൂസ്ഫുൾ ആണ്. നമുക്കതുപോലെ ഇവിടെ ഇങ്ങനെ പിടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു സംഭവം. പിന്നെ നെക്സ്റ്റ് ഉള്ള ഒരു സംഭവം വന്നിട്ട് ഇങ്ങനത്തെ ഒരു ലാപ്ടോപ്പ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ബാഗാണ്. ലാപ്ടോപ്പ് ബാഗ്
ലൈറ്റിംഗ് കറക്റ്റ് അല്ല എന്ന് എനിക്കൊരു സംശയമുണ്ട്. കണ്ടോ, ഇതിനകത്ത് നമുക്ക് ലാപ്ടോപ്പ് ഇട്ട് വെക്കാം. ഇതിനകത്ത് ഇങ്ങനെ വെക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് ഫയൽസ് വെക്കാനുള്ള ഒരു സംഭവമുണ്ട്. ഇതൊക്കെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴേക്കും നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ബാഗ്. പരീക്ഷയ്ക്ക് ഉണ്ടാണ്. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മസ്റ്റേർഡ് കളറിലെ, ഈ ബ്ലൂ മസ്റ്റേർഡ് നല്ല മാച്ചിങ് ആണ് അല്ലേ. മസ്റ്റേർഡ് കളറിൽ അടിപൊളി ഒരു ബാഗാണ്. അയ്യോ എന്നെ നല്ല രസമില്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഇതിന് 2 ഇങ്ങനത്തെ കള്ളികളുണ്ട് കേട്ടോ. ഇത് നല്ല മെറ്റീരിയൽ നല്ലൊരു ഹെവി ആയിട്ട് നല്ല രസമുള്ള മെറ്റീരിയൽ, ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. ഈ ക്ലബ് ഫാക്ടറിയിലുള്ള ഇപ്പോഴത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പണ്ട് വലിയ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ എല്ലാത്തിനും നല്ല ക്വാളിറ്റി ഉണ്ട്. 2 ഇങ്ങനെ സംഭവമുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു സിബും കൂടിയുണ്ട്. ബാക്കിൽ സൈഡിൽ ഒന്നും വേറെ സിബില്ല. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുണ്ട്. നിറയെ സാധനങ്ങൾ വെക്കാനായിട്ട് കൊള്ളുന്നുണ്ട്. ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ട്. അടുത്ത് വന്നിട്ട് ഇതും ട്രാവലിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. നമ്മളിനി കുറച്ചധികം ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രാവലിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ്. എന്താടി എടാ എന്നിട്ട് കാണിച്ചേ. ഇതിനകത്ത് ഇത് കണ്ടോ, ഇതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ചെരുപ്പ് വയ്ക്കാം. നമുക്ക് ചെരുപ്പുകൾ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനും ഉണ്ണിയും കൂടി അല്ല മിക്കപ്പോഴും പോവാറ്. അപ്പോൾ ഞങ്ങളുടെ ചെരുപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ ഇതിനകത്ത്. അങ്ങനെ ചെരുപ്പ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴേക്കും നമ്മളിപ്പോൾ ഒരു 2 വീക്ക് ഇല്ലെങ്കിൽ ഒരു 1 വീക്ക് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ ചെരുപ്പ് നമുക്ക് ഇതിനകത്ത് വെക്കാം. നമ്മൾ അവിടെ ഇടാനുള്ള ചെരുപ്പ് ഉണ്ടാവുമല്ലോ, നോർമൽ ചപ്പലും പിന്നെ നമ്മൾ ഇടുന്ന ഡ്രസ്സും. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സല്ല, അതിന് വേണ്ടിയിട്ടുള്ള ചപ്പലും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണിത്. കണ്ടോ, ഇതിനകത്ത് എത്ര സെറ്റ് ഇടാൻ പറ്റും? 1 2 3 4 സെറ്റ് ഓഫ് ചപ്പൽസ് വെക്കാനുള്ള ഒരിതുണ്ട്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇത് വന്നിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഇത് നമുക്കിതേ ഇവിടെ ഇങ്ങനെ കണ്ടു. നൈസല്ലേ? അയ്യോ അതടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ ഒരു സിനിമയിൽ ഇങ്ങനെ പിടിക്കൂലേ, അത് മാത്രമേ ഉണ്ട്. ഇത് കൊള്ളാം. ഇത് നമുക്കിതിങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഡ്രസ്സ് ഇട്ട് വെക്കാം. മീൻസ് ഇത് നമ്മൾ കഴുകാൻ വേണ്ടിയിട്ടുള്ള ഉടുപ്പിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണേ. ഇത് അടിപൊളിയായിട്ടുണ്ട്. അതിൽ തുറക്കണത് എവിടെ? ഇവിടെ കണ്ട. ഇത് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ, നല്ല പക്കായിട്ട്. ഇത് നമുക്കിനി ചുരുട്ടിക്കൂട്ടി സിബിട്ട് വെച്ചാൽ അടങ്ങി ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു ബാഗാണ്. ഇത് നോർമലായിട്ടുള്ള നേരത്തെ ഞാൻ കാണിച്ചില്ലേ അതുപോലെ തന്നെ ബാഗാണ്. ഈ ബാഗ് മേടിക്കുമ്പോൾ ഞാൻ 2 മേടിക്കണത് എനിക്കും ഇതിന് വേണ്ടിയിട്ടാണ് മേടിച്ചത്. അപ്പോൾ എന്താണ് അപ്പം ഇവിടെ ഫ്രണ്ടിലായിട്ടൊരു സിബുണ്ട്. അങ്ങനെ എൻ്റെ നഖം, എൻ്റെ ഫ്രണ്ടിലൊരു സിബുണ്ട്. നമുക്ക് എന്തെങ്കിലും മൊബൈലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. 17 മിനിറ്റായി. ഇതെപ്പോൾ ഞാൻ ഇനി ചെറുതാക്കുമോ, എന്തോരം ചെറുതാക്കുമോ എന്തോ. പിന്നെ ഒരൊറ്റ കള്ളിയാണുള്ളത്. ഇതിനകത്ത് നമുക്കിത് ഇവിടെ എന്തെങ്കിലും ഇട്ട് വയ്ക്കാം, ഇവിടെ എന്തെങ്കിലും ഇട്ട് വയ്ക്കാനായിട്ട് പറ്റും. ഇതെപ്പോഴും ഞാൻ ഫസ്റ്റ് ടൈം ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ അൺബോക്സിങ് വീഡിയോസ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിപ്പോവും. മിക്കവാറും ഇത് 2ാമത് ഷൂട്ട് ചെയ്യേണ്ടി വരും. എനിക്കിത്തിരി സന്തോഷം കൂടുതലാണ് ഇതിനകത്ത്. അപ്പോൾ ആൾക്കാർ അറിയും ഉണ്ണി ഓവറായെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ ബാഗ്. സൈഡിൽ നമുക്ക് ബോട്ടിൽ വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സംഭവമുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളിവിടെ ഒരു വലിയൊരു ബോക്സ് അൺബോക്സ് ചെയ്യാണ്. തുറന്നേ. ഇത് വന്നിട്ട് ചെരുപ്പിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചാണ് കേട്ടോ. നമ്മൾ ഇവിടെ വെച്ചുണ്ടാക്കല്ലേ, ഇവിടെ കുറേ ചെരുപ്പുണ്ട്. ഇവിടെ 5 പേരുള്ളതുകൊണ്ട് നിറയെ ചെരുപ്പുണ്ട്, എല്ലാവരുടെയും ചെരുപ്പ്. അപ്പോൾ ഫ്രണ്ടിൽ അതിങ്ങനെ അലങ്കോലമായിട്ട് കിടക്കാണ്. അപ്പോൾ അതിന് വേണ്ടി ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ് ഷൂ റാക്ക്. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ച് വച്ചിട്ടുള്ള ഒരു വിഷ്വൽ ഇവിടെ ഇടാം കേട്ടോ. പിന്നെ നെക്സ്റ്റത്തത് എണ്ണ ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട്
ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഇത് രണ്ട് സെറ്റായിട്ടാണ് ഉണ്ടായിരുന്നേ. ഓയിൽ എണ്ണ ഒന്നല്ലേ അല്ലേ? ഓയിൽ എന്ന് പറഞ്ഞ എണ്ണ അല്ലേ? എടി ഓയിൽ എണ്ണ അല്ലേ? ഓ അങ്ങനെ. സാധാരണ എണ്ണയ്ക്ക് ഓയിലെന്നാണ് ഞങ്ങളൊക്കെ പറയാറ്. നിങ്ങളതിനും കോക്കനട്ട് ഓയിൽ എന്ന് പറയും. നമുക്കിത് ഇങ്ങനെ കണ്ടോ, ഇവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു സംഭവം ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എടുക്കാം. പിന്നെ നെക്സ്റ്റ് ഒരു സംഭവം വന്നിട്ട്, ഇത് നമുക്ക് ഈ വെള്ളം ഡ്രെയിൻ ചെയ്യില്ലേ, അതായത് ഇതിൻ്റെ കവർ എന്തേ കവറില്ലായിരുന്നോ? ഇത് വന്നിട്ട് നമ്മൾ പാത്രങ്ങൾ നമ്മൾ കിച്ചണിലോട്ട് എടുക്കില്ലേ, പാത്രം ഇങ്ങനെ വെച്ച് പാത്രത്തിൻ്റെ വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് എന്നിട്ട് നമ്മൾ ഈ സംഭവം നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെ വെക്കും. അപ്പോൾ ഇതിൽ കൂടെ ഇതിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോവും. അതേപോലെ സെയിം ഇതിനകത്ത് നമ്മൾ സ്പൂൺ ഇട്ട് വയ്ക്കും, ഇതിൻ്റെ അടിയിൽ കൂടെ ഒഴുകിപ്പോവും. കഴിഞ്ഞോ? ഇത്ര ഉള്ളോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. പ്ലസ് ക്ലബ് ഫാക്ടറിയുടെ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അടിക്കല്ലേടി, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ കൂപ്പൺ കോഡ് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ 60 രൂപ ഡിസ്കൗണ്ട് ഉണ്ടാവും. 250 റുപ്പീസിന് എബവ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ആ ഒരു കൂപ്പൺ കോഡും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ ഇത് റൈറ്റ് ടൈമാണ്. 80% ഓഫറാണ് എല്ലാത്തിനും ഉള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് പോയി മേടിക്കുക. ഇത്ര ടൈം പീരീഡിനുള്ളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വേഗം തന്നെ പോയി മേടിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമോ? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിലോ എന്താണെന്നുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ നിങ്ങളുടെ എല്ലാ കമൻറ്റ്സും നോക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യപ്പോൾ ഞാൻ മറന്നു പോണു പറയാനായിട്ട്. ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ എന്റർടൈനിങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ.